ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഒരു റിലാക്സിങ് ഡേ ആണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ബേസിക്കലി രാവിലെ കുറച്ച് താമസിച്ചാണ് ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നത്. ബേസിക് റൊട്ടീനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. കാരണം അന്ന് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാൻ വലിയ മൂഡ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഓർത്തു ആദ്യം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ലഞ്ചായിട്ട് കുക്ക് ചെയ്തെടുക്കാമെന്ന്. അത് തന്നെ ക്ലീൻ ചെയ്തു. ക്ലീനിങ് ഞാൻ എന്നും അങ്ങനെ ക്ലീൻ ചെയ്യണ ഒരാളല്ല. 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാനൊന്ന് അടിച്ചു വാരി തുടച്ച് അങ്ങനെ ഇടാറുള്ളത്. ഞാൻ സംസാരിക്കുന്നതിൽ കുറേ സോ വരുന്നുണ്ടല്ലേ, ഇൻഷാ അല്ലാഹ് ഞാൻ മാറ്റിക്കോളാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ടിഷ്യൂ വെച്ചിട്ട് ഞാൻ ടേബിളും എല്ലാ സ്ഥലവും ഡ്രസ്സിങ് ടേബിളും എല്ലായിടും ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കും. കാരണം നമ്മൾ വിൻഡോ തുറന്നിടുന്നതുകൊണ്ട് ഒത്തിരി പൊടി എപ്പോഴും അകത്തേക്ക് കയറാറുണ്ട്. അപ്പോൾ ടേബിളിലൊക്കെ മുകളിൽ പൊടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതാ ചെയ്യാറ്. എന്നിട്ടാണ് ഞാൻ എപ്പോഴും അടിച്ചു വാരി എടുക്കാറുള്ളത്. അപ്പോഴേക്കും ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഫുഡ് ഉണ്ടാക്കണം ലേറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെക്കുന്ന ബീഫ് കറിയും ഗീ റൈസും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണ്. ഞാൻ എൻ്റെ റെസിപ്പി ഇതിൻ്റെ മുമ്പ് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 പോട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബീഫ് കറിയാണ്. ബീഫ് ഇടുക, അതിലേക്ക് ബീഫിലേക്ക് സവാള, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്യുക. അതിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന പൗഡേഴ്സ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബീഫ് മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പ്, അതുപോലെ വെളിച്ചെണ്ണ ഞാൻ 2 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. ഒപ്പം നല്ല ചൂടാക്കിയ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കർ അടിച്ച് വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കി 20 മിനിറ്റ്സും കൂടെ കറക്റ്റ് കുക്ക് ചെയ്താൽ നമുക്ക് എല്ലുള്ള ഇറച്ചിയാണെങ്കിലും കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഫോളോ ചെയ്യാറ്. ആ 20 മിനിറ്റ്സിൽ എത്ര വിസിൽ വന്നാലും അത് നോക്കണ്ട, കറക്റ്റ് 20 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് നോക്കിയാൽ മതി. അതാവുന്ന സമയത്ത് അപ്പം തന്നെ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗീ റൈസ് ഉണ്ടാക്കാൻ സിമ്പിളാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഗീയുടെ അതിലേക്ക് സവാള വഴറ്റുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇടുക. സ്പൈസസ് ഏകദേശം ആകുമ്പോഴേക്കും നമ്മുടെ കശുവണ്ടിയും അതുപോലെ കിസ്മിസും കൂടെ ഇടുക. ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും വയറിൽ നിന്ന് നല്ല കരകറാന്ന് ഒച്ച വന്നു തുടങ്ങി. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായി. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റിൻ്റെ സാൻഡ്വിച്ച് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. 1.5 ഗ്ലാസ് അരിയും അപ്പോൾ ആ അരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഗീയിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, ആ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. കറക്റ്റാണ്. ഉണ്ടാക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് റൈസൊക്കെ വിട്ട് കിട്ടാറുണ്ട്. അതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആകുമ്പോഴേക്കും നമുക്ക് നാരങ്ങ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. നാരങ്ങ ഇങ്ങനെ ഒരു അരിപ്പയിൽ ജസ്റ്റ് ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടിടും. ഞാൻ കഴിഞ്ഞ ബീഫ് കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും താളിച്ചൊഴിക്കുമെന്ന്. ബട്ട് ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല. നോർമലായിട്ട് ഇങ്ങനെ ഇപ്പോൾ എല്ലുകറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളൂ. എനിക്ക് സ്പെഷ്യൽ കേസിൽ മാത്രമാണ് ഞാൻ താളിച്ചുണ്ടാക്കാറുള്ളൂ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തു. ബാക്കി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ ഈവനിങ് ഒക്കെ ആയപ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ പഴം നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ട്. വൈ നോട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് ഓർത്തു. കുറച്ച് നാളായി ഞാൻ പഴംപൊരി ഉണ്ടാക്കി കഴിച്ചിട്ട്. നമ്മൾ ഈവനിങ് സ്നാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടാണ് കഴിക്കാറുണ്ടായിരുന്നത് സ്നാക്സൊക്കെ. അപ്പോൾ പഴം ഇരിക്കണ കണ്ടുകൊണ്ട് ഞാൻ ഓർത്തു പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അതുപോലെ ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന ബാറ്ററിൽ ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറില്ല കേട്ടോ. ജസ്റ്റ് മൈദ, ഉപ്പ്, പഞ്ചസാര, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇത്ര 4 ഐറ്റംസ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ബേക്കിംഗ് സോഡയൊന്നും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യാറില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെ വീഡിയോയിലും ഭയങ്കര ഫ്ലഫി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുമെന്ന്. ബട്ട് എന്തോ എനിക്ക് അതങ്ങനെ യൂസ് ചെയ്യാൻ തോന്നില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. ബട്ട് പഴംപൊരി നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ജസ്റ്റ് മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള ഒരു റൊട്ടീനായിരുന്നു, റിലാക്സിങ് ഡേ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നാലാണ് കൂടുതൽ വീഡിയോസ് എനിക്ക് ചെയ്യാനായിട്ട് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ബി ഓൺ ട്രാക്ക് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.